ആർട്ടിസ്റ്റുകൾക്ക്, സിനിമാ നടിമാർക്ക്, അതുപോലെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന സെലിബ്രിറ്റികളായിട്ടുള്ളവർക്ക് അവർക്ക് ചിലപ്പോൾ ഓഡിഷൻ ഒന്നും ഉണ്ടാകത്തില്ല. അവരെ വിളിക്കുന്നത് അങ്ങോട്ട് ചിലപ്പോൾ കൂടുതൽ പറയും. ഇവർ പോകണമെന്നില്ലല്ലോ. ഇപ്പൊ എന്റെ സുഹൃത്താണ് ഇപ്പൊ നോബി, ഇപ്പൊ നമ്മുടെ പാഷാണം ഷായി, സാജു നവോദയ, ഇവർക്കൊക്കെ വലിയ പൈസ കൊടുത്തിട്ട് അങ്ങനെ ആവശ്യപ്പെട്ട് വിളിക്കുന്നതാണ്. അവർക്ക് ഓഡിഷന്റെ ഒന്നും ആവശ്യമില്ല. കാര്യം അവരുടെ ഫേസ് ചാനലിന് ആവശ്യമാണ്. അതുപോലെ ആയിരിക്കത്തില്ല ചിലപ്പം ഒരു പുതിയ ഒരാളെ വിളിക്കുന്നത്. ഈവൻ ഇപ്പൊ എന്നെ ഇപ്പോൾ ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ അത്ര ഫേസ് ഒരു ഫെമിലിയർ ഫേസ് അല്ല, ഒരു ആർട്ടിസ്റ്റ് അല്ല. നമ്മൾ ചിലപ്പോൾ ഓഡിഷൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും, ഓഡിഷനിൽ പെർഫോം ചെയ്യേണ്ടി വരും. അവിടാണ് ഞാൻ പറഞ്ഞത്, പുതിയ തലമുറയ്ക്ക്, അല്ലാതെ ഇതിനകത്ത് കയറിപ്പോയ ആർട്ടിസ്റ്റുകളായിട്ടുള്ളവർക്ക് ലൈംലൈറ്റ് നിൽക്കുന്നവർക്ക് എന്താ പ്രശ്നം? ഇവരിതിനകത്ത് വറിയിടാവേണ്ട കാര്യം എന്താ? ശരണി ആണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അവരെ ഓഡിഷൻ, അവരെ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കേരളത്തിലുള്ള ജനതയ്ക്ക് അറിയാം. അപ്പൊ ഇവരാരും വറിയിടാവത്തില്ല. ഇത് വറിയിടായി വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിലോ സിനിമയിലോ സീരിയലിലോ ഒക്കെ കയറാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറയിൽപ്പെട്ട പുതിയ കുട്ടികളാണ്. ഇവരാണ് ഈ ചൂഷണം നേരിടേണ്ടി വരുന്നത്.